അങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി. ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ചോദിക്കുമായിരുന്നു, ഇതാരാണ് കൺസ്ട്രക്ഷൻ ചെയ്ത്, എത്ര വർഷമായി ഇത് ഉണ്ടായിട്ട്. വേറൊരു രാജ്യത്ത് എന്ന കണക്കാണ് എനിക്കിങ്ങനെ അകത്തേക്ക് കയറി വന്നപ്പോൾ. ഞാൻ ചുമ്മാ അങ്ങോട്ടേക്ക് റൈറ്റ് സൈഡിലേക്ക് പോയി. ഞാൻ എവിടെയാണെന്നൊന്നും പരിപാടി നോക്കിയില്ല, ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയതാണ്. ഫാദറിനോട് ഞാൻ പറഞ്ഞു വഴിതെറ്റിപ്പോയെന്ന് പറഞ്ഞു, പിന്നെ റിവേഴ്സ് എടുത്തിട്ട് വന്നതാണ്. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് വരാനായിട്ട് സാധിച്ചതിൽ. പിന്നെ ഞാനിവിടെ ഈ ഒരു വേദി വരെ എത്തിയ യാത്ര എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. കുറേ വർഷങ്ങളുടെ ഒരു യാത്രയായിരുന്നു. തീരെ ചെറുപ്പത്തിൽ തന്നെ ഞാനിങ്ങനെ കഥ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റോറി ടെല്ലറാണ് ഞാൻ ബേസിക്കലി, എഴുത്തുകാരനെക്കാട്ടിലും. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞാനിങ്ങനെ കഥ പറയുമ്പോൾ കൂട്ടുകാരിങ്ങനെ ചുറ്റിനും കൂടും കേൾക്കാനൊക്കെ ആയിട്ട്. അവസാനം ഒരാൾ കഥ കേട്ടിട്ട് കുറേ കൂട്ടുകാരെ വിളിച്ചിട്ട് വരും. പിന്നെ എല്ലാവരോടും കഥ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് മടുത്തപ്പോഴാണ് ഞാൻ എൻ്റെ ബുക്കിൻ്റെ അകത്ത് എഴുതി തുടങ്ങിയത്. അങ്ങനെയാണ് ഞാനൊരു എഴുത്തുകാരനായി മാറിയത്. അപ്പോഴും എനിക്കറിയത്തില്ല ഇതൊരു എഴുതുന്ന എന്ത് സംഭവമാണെന്ന് എനിക്ക് അപ്പോഴും അറിയില്ല. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഒരു ബുക്ക് നിറയെ കഥ എഴുതി വെച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഇത് നോവലാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഇത് നോവലാണ്. പിന്നീട് 7ാം ക്ലാസ്സിലാണ് ഞാൻ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് പോലും എടുക്കുന്നത്. എൻ്റെ സ്ഥലം ആലപ്പുഴയാണ്. ആലപ്പുഴയിലെ തീരദേശ സ്ഥലമായിട്ടുള്ള പാതിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ടാണ്. ആരെങ്കിലും ഉണ്ടോ ആലപ്പുഴക്കാർ ഇവിടെ? വളരെയധികം സന്തോഷം. പിന്നെ അങ്ങനെ അതിനുശേഷമാണ് ഞാൻ എഴുത്തിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു ലോകം ഫുള്ള് ഈ എഴുത്തുകാരുടെ ഒരു ലോകമാണ്, എഴുത്തുകളുടെ, സൃഷ്ടികളുടെ, കഥാപാത്രങ്ങളുടെ ഒരു ലോകം. പിന്നീട് അതിൽ നിന്ന് ഓരോ ബുക്കുകൾ എടുത്ത് വായിച്ചപ്പോഴാണ് മനസ്സിലായി ഇങ്ങനെയാണ് ഒരു കഥാപാത്രത്തിനെ ഉണ്ടാക്കുന്നത്. ആ സമയം ഞാൻ എന്തെങ്കിലും ഒരു പേര് കഥാപാത്രത്തിന് ഇട്ട് വെക്കും. അവരുടെ മാനർസോ അവർ ധരിക്കുന്ന വസ്ത്രമോ അല്ലെങ്കിൽ അവരുടെ ഭാഷയോ ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇതുപോലെ ലെജൻസ് ആയിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ ബുക്സ് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഘടന. പക്ഷെ ഞാൻ കുട്ടിക്കാലം തൊട്ട് തന്നെ ഈ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് വന്നുകൊണ്ട് തന്നെ എനിക്കത് മാറ്റാനായിട്ട് സാധിച്ചില്ല. പിന്നീട് ഒരു +2 വെക്കേഷൻ സമയത്താണ് എൻ്റെ ഫസ്റ്റ് നോവൽ ഓജോ ബോർഡ് ഞാൻ എഴുതുന്നത്. ഓജോ ബോർഡ് എഴുതിയത് ഈ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് തന്നെയാണ്, കഥ പറയുന്ന രീതി. ഇത് ഞാൻ എഴുതിയതിന് ശേഷം DC ബുക്സിൽ കൊണ്ടു കൊടുത്തു. അപ്പം തന്നെ റിജക്റ്റ് ചെയ്തു വിട്ടു. പിന്നെ മാതൃഭൂമിയിലും മനോരമയിലും എല്ലായിടത്തും പോയി. ചെറിയ പബ്ലിഷിംഗ് കമ്പനികളിൽ വരെ പോയി, എല്ലായിടത്തും റിജക്റ്റ് ചെയ്തു വിട്ടു. പിന്നെ 2ാമത്തെ നോവൽ മെർക്കുറിയലിൻ്റെ എഴുതിയിട്ട് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അത് റിജക്റ്റ് ചെയ്തു വിട്ടു. അപ്പം ഞാൻ ഓർത്തു ഞാൻ എഴുതുന്നതിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അപ്പം ഇതൊക്കെ ഇവിടെ നിർത്താം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്ന സമയത്താണ് ഫേസ്ബുക്കിൻ്റെ കാലഘട്ടം. 2010-11 കാലഘട്ടത്തിലാണ് ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുക്കുന്നത്. ഇതെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടും, അല്ലെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ പ്രൊഫൈൽ പിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജൊക്കെ ഇടുന്ന സമയമാണ്. ഈ സമയത്ത് ഞാൻ ഈ ഓജോ ബോർഡ് എന്ന് പറഞ്ഞത് 38 ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ പോസ്റ്റ് ചെയ്തു. ആരെങ്കിലും വായിക്കുവാണെങ്കിൽ വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആരും വായിച്ചതുമില്ല, കോളേജിൽ ഉൾപ്പെടെ നന്നായിട്ട് കളിയാക്കുകയും ചെയ്തു എന്നെ. ഞാൻ 2ാമത്തെ ചാപ്റ്റർ ഇട്ടു. 3ാമത്തെ ഇട്ടപ്പോഴും കൂട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു. അങ്ങനെ അതിനുശേഷം ഞാൻ കഥ എന്ന് പറഞ്ഞൊരു പേജ് തുടങ്ങി. എന്തായാലും കഥ എന്ന് പറഞ്ഞ പേജ് ലൈക്ക് ചെയ്യുന്നവർ കഥ ഇഷ്ടമുള്ളവരായിരിക്കും. ഒരു 20 ലൈക്കൊക്കെ ആയപ്പോഴേക്കും ഞാൻ വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് തുടങ്ങി. 7ാമത്തെ ചാപ്റ്റർ ഇട്ടിട്ടും ആരും വായിക്കുന്നില്ല, ഒരാൾ പോലും വായിക്കാനായിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചുമ്മാ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്, ഞാനൊരു എഴുത്തുകാരനാണ്, എനിക്ക് കഥ പറയാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇഷ്ടപ്പെടുമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് ഞാൻ അവിടെ വിശ്വസിച്ചു. ഞാൻ നിർത്താമെന്ന് വിചാരിച്ചു. 7ാമത്തെ ചാപ്റ്ററിൽ എനിക്കൊരു കമൻറ്റ് കിട്ടി, ഇത് കൊള്ളാലോ എന്നും പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ആ 38 ചാപ്റ്റർ അയാൾക്ക് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ 8ാമത്തെ ചാപ്റ്റർ ഇടുകയും, അയാൾ എൻ്റെ അടുത്ത കോളേജിൽ പഠിക്കുന്ന ഒരാളായിരുന്നു. 2-3 കൂട്ടുകാരെ വിളിച്ചിട്ട് വന്നു, അവരും ഒക്കെ വായിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞും കേട്ടുമൊക്കെയാണ് ബാക്കി ആൾക്കാർ വന്നത്. ഞാൻ 38ാമത്തെ ചാപ്റ്റർ ഇടുന്ന സമയത്ത് 15,000-ന് മേളിൽ വായനക്കാരുണ്ട് എനിക്ക് ഓജോ ബോർഡിന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇല്ല, ഞാൻ എഴുതുന്നതും വായിക്കാനായിട്ട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അച്ഛനൊരു കൂലിപ്പണിക്കാരനാണ്. അപ്പം ഒരിക്കലും നമുക്ക് സ്വപ്നം കാണുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അച്ഛൻ വേലയെടുത്തിട്ട് വന്നിട്ട് വേണം എനിക്ക് പഠിക്കണം, കോളേജിൽ ഫീസ് അടയ്ക്കണം, അല്ലെങ്കിൽ ബുക്ക് പബ്ലിഷിംഗ് എന്നൊക്കെ ആ സമയത്ത് പറയുമ്പോൾ സെൽഫ് പബ്ലിഷ് ഒന്നും നടക്കാത്തൊരു കാര്യമാണ്. കുടുംബത്തിൽ ആർക്കും വായനാശീലം പോലും ഇല്ല, ആരും സപ്പോർട്ട് ചെയ്യാനില്ല, അച്ഛന് പിന്നെ ഇഷ്ടമല്ല എഴുതുന്നതൊക്കെ. അപ്പോൾ തന്നെ പറഞ്ഞു ഇത് നിർത്തിയേക്ക്, ഈ പരിപാടി നിർത്തിയേക്കെന്ന് അച്ഛൻ കുട്ടിക്കാലം തൊട്ട് തന്നെ പറയുന്നുണ്ട്. ഞാനിതൊക്കെ എഴുതുമ്പോൾ കുറേയൊക്കെ എടുത്തിട്ട് കത്തിക്കുകയും ആക്രിക്കാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, നോവൽസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഞാനിത് പബ്ലിഷ് ചെയ്യണമെന്നും പറഞ്ഞ് വീണ്ടും പറഞ്ഞപ്പോഴും അച്ഛൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടാണ്. അതിൻ്റെ അകത്ത് ഒരാൾ വന്നിട്ട് ലാസ്റ്റത്തെ ചാപ്റ്ററിന് കമൻറ്റ് ഇട്ട് ഇതൊരു ബുക്കാക്കി കൂടെ. ഞാൻ പറഞ്ഞത് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, സെൽഫ് പബ്ലിഷ് ചെയ്യാൻ എൻ്റെ പൈസ ഇല്ല, ഞാൻ പഠിക്കുകയാണ്. ഞായറാഴ്ചകളിലൊക്കെ കാറ്ററിങ്ങിനൊക്കെ പോയിട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ എൻ്റെ പോകുന്നത്. ഞാനെങ്ങനെയാണ് ഇത്രയും രൂപ മുടക്കിയിട്ട് 50,000-ന് മുകളിലാവും പബ്ലിഷ് ചെയ്യാനായിട്ട്, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു.
അപ്പോൾ ഈ ആദ്യമേ കമൻ്റ് ഇട്ട ആളും ഇവരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് തുടങ്ങി. ഇവരെല്ലാവരും കയ്യിലിരുന്ന 150 രൂപ വെച്ചിട്ട് കളക്ഷൻ വെച്ചിട്ട് എനിക്കൊരു 50,000 രൂപ എനിക്ക് തന്നു. അപ്പോഴും എനിക്കറിയില്ല ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു മോൻ പോയി പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല. ഞാൻ കോഴിക്കോടേക്ക് വണ്ടി കയറി അവിടെ കുറച്ചുകൂടെ ചീപ്പായിട്ട് ബുക്കുകളൊക്കെ പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നത്. അവിടെ ചെന്ന് പ്രീമിയർ പ്രിൻറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രസ്സിൽ പോയിട്ട് എനിക്ക് ഇന്ന ബുക്ക് വേണം, ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ എഴുതി വെച്ചിരിക്കുകയല്ലേ. ഇവർ പറഞ്ഞു ഇത് പേജ് സെറ്റ് ചെയ്യണം, ലേ ഔട്ട് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണ്. അങ്ങനെ ഞാൻ ഒരു ചേച്ചിയൊക്കെ ചെന്നിട്ട് ഇത് DTP ചെയ്യാൻ കൊടുത്തു. ചേച്ചി നല്ലൊരു റേറ്റ് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ അത് തിരിച്ചെടുത്തിട്ട് പോന്നിട്ട് ഞാൻ അമ്മയുടെ ചെന്നിട്ട് പറഞ്ഞു, അമ്മ ഞാൻ യൂട്യൂബിൽ നോക്കി പഠിക്കാം, പക്ഷേ എനിക്ക് ലാപ്ടോപ്പ് വേണം. അമ്മ പറഞ്ഞ് പൈസ ഇല്ലല്ലോ, എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ, EMI കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പോൾ അമ്മ കൈ കിടന്ന് വളയൂരി തന്നിട്ട് പറഞ്ഞു ഒരു കുറഞ്ഞ ലാപ്ടോപ്പ് വാങ്ങിയിട്ട് നീ അത് പഠിച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അന്ന് തന്ന ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഞാൻ ലാപ്ടോപ്പിൽ സ്വന്തമായിട്ട് ലേഔട്ടും പേജ് മേക്കർ ഇൻസ്റ്റാൾ ചെയ്ത് യൂട്യൂബിൽ നോക്കി പഠിച്ചു. DTP എങ്ങനെയാണെന്ന് ടൈപ്പിംഗ് പഠിച്ചു. അങ്ങനെ സ്വന്തമായിട്ട് പേജെല്ലാം സെറ്റ് ചെയ്ത് ഓജോ ബോർഡ് ബുക്കായിട്ട് പ്രിൻ്റ് ചെയ്ത് ഇറക്കി. ഇത് കഴിഞ്ഞപ്പോൾ ഞാനിതുപോലെ കടകളിൽ കൊടുത്തു നോക്കി, ഇതൊന്ന് വെക്കുമോ? നമ്മുടെ ബുക്ക് ഒരു കടയിൽ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിരിക്കാൻ നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ആദ്യം ആലപ്പുഴയിൽ പോയി, അതിനുശേഷം ഇവിടെ എറണാകുളത്ത് വന്ന് ക്രോസ് വൈറ്റിൽ പോയി. എല്ലാവരും ആട്ടി വിട്ടു. അവർ പറഞ്ഞു നീ ആരാണ്, നിൻ്റെ ബുക്ക് ഇതിനു മുമ്പ് എന്ത് വന്നിട്ടുണ്ട് നീ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പുതിയൊരാളാണ്, നിങ്ങളൊന്ന് വെച്ച് നോക്കൂ എന്ന് പറഞ്ഞു. വെച്ചില്ല. അവസാനം പിന്നെ വീട്ടിലാണെങ്കിൽ വീട് ചെറിയ വീടാണ്. അപ്പോൾ ഈ 1000 കോപ്പി എന്ന് പറയുന്നത് നല്ല ബണ്ടിൽസാണ്. ഇതിങ്ങനെ അടുക്കി വെച്ചിരിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യ. അച്ഛൻ പറഞ്ഞു ഇതെല്ലാം ചെതലരിച്ച് പോകും, അത് ഞാൻ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വാശി കയറി എനിക്ക്. ഞാൻ എൻ്റെ ബാഗിൻ്റെ അകത്ത് ഈ കുറച്ച് കോപ്പീസ് എടുത്ത് വെച്ചിട്ട് ആലപ്പുഴ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ കയറിയിട്ട് മറ്റേ ഡോക്ടർ ലവ് സിനിമയ്ക്കകത്ത് കുഞ്ചാക്കോ ഓൻ ചെയ്യുന്നതാണൊക്കെ ഞാൻ ചെന്നിട്ട് പറയും ഇതെൻ്റെ ഒരു ബുക്കാണ്, പകുതി വിലയ്ക്ക് തരാം, നിങ്ങൾ വാങ്ങുമോ എന്നൊക്കെ ചോദിക്കും. ചിലർ വാങ്ങി. അപ്പോൾ എനിക്ക് കൊള്ളാം, കുഴപ്പമില്ലെന്ന് തോന്നി. റെയിൽവേ സ്റ്റേഷനിലും കൊണ്ടുവന്ന് വിറ്റു. ഞാൻ കേരളത്തിലെ 14 ജില്ലയിലും കൊണ്ടുവന്ന് ഞാൻ ബുക്ക് വിറ്റു. അങ്ങനെ 1000 കോപ്പി ഞാൻ തീർത്തു. ഇത് കഴിഞ്ഞ് 2ാമത്തെ എഡിഷൻ പോയി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ 2ാമത്തെ എഡിഷൻ ചെയ്തു. അപ്പം അച്ഛനിങ്ങനെ നോക്കിയിരിക്കുക, കീപ്പ് വാച്ചിങ്, എങ്ങനെ എന്താണ് ഇവൻ ചെയ്യുന്നതെന്ന് നോക്കണമല്ലോ എന്ന്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ 2ാമത്തെ ബുക്കും കൂടെ പബ്ലിഷ് ചെയ്തു, ഓജോ മെർക്കുറി ഐലൻഡ്. ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ബുക്ക് സ്റ്റാൾസിലൊക്കെ വന്ന ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. ഫേസ്ബുക്കിൽ പലരും വാങ്ങിയവർ റിവ്യൂസ് ഇട്ട് തുടങ്ങി. ഈ ബുക്ക് എവിടെ കിട്ടുമെന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ബുക്ക് സ്റ്റാൾസ് ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. അന്ന് കൊണ്ടുവന്ന ബുക്ക് കൊണ്ടുവന്ന് വെക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ, കൊണ്ടുവന്ന് അങ്ങനെ വെച്ചു. ഇത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസമാണ് എന്നെ DC ബുക്സിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നത് 3ാമത്തെ ബുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. എന്താണെന്നിട്ട് ഇവർ 22 അംഗ കമ്മിറ്റി റിജക്റ്റ് ചെയ്ത് വിട്ട സാധനമാണ് എൻ്റെ 3ാമത്തെ നോവൽ റാം കെയർ ഓഫ് ആനന്ദി വേണമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. ഇതിനുശേഷം മാതൃഭൂമിയിൽ നിന്നും മനോരമയിൽ നിന്നും എല്ലായിടത്തും എൻക്വയറി വന്നു, അടുത്ത ബുക്ക് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ഉള്ള ഒരു പിടിവലിയിലാണ് എൻ്റെ 4ാമത്തെ ബുക്ക് ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഈ ഇപ്പം ഇത്രയും പറഞ്ഞ ചെറിയൊരു കഥയെന്ന് പറയുന്നത് 1-2 വർഷത്തെ കഥയല്ല, 2010 തൊട്ടുള്ള കഥയാണ്. ഇപ്പം എത്ര 2024 14 വർഷത്തെ ജേർണിയാണ്. ഞാനിപ്പോൾ വേദിയിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി ഹിറ്റ് ആയതുകൊണ്ടെന്നായിരിക്കും. പക്ഷേ അല്ല, 14 വർഷത്തെ കഷ്ടപ്പാടാണ്. ഇപ്പോഴാണ് ഞാൻ റിസൾട്ടൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ ഒരു മെസ്സേജായിട്ടോ എന്താണെങ്കിലും എടുക്കാം, എൻ്റെ ഒരു ഹാർഡ് വർക്കിനെ പറ്റിയാണ് എനിക്ക് ഈ ഒരു വേദിയിൽ പറയാനുള്ളത്. വായനാ ദിനമാണെങ്കിലും ഇവിടുത്തെ നാരായ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിനാണെങ്കിലും എൻ്റെ ഈ ജീവിതമാണ് എനിക്കൊരു സന്ദേശമായിട്ട് എഴുത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് നൽകാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇൻട്രാക്റ്റീവ് സെക്ഷനുണ്ട്, ബാക്കി കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു.